നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് സാഗൽ പ്രീപെയ്ഡ് ഓഷൻ ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ IPO വിശേഷമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ ടെക്നോളജി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഇവരുടെ ഇഷ്യൂ 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. 563 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 392 കോടി രൂപയ്ക്കുള്ളതും ഫ്രഷ് ഓഹരികളാണ്. 171 കോടി രൂപയ്ക്കുള്ളതാണ് ഓഫർ ഫോർ സെയിൽ. എന്തായാലും നമുക്ക് ഈ കമ്പനിയുടെ ഓഹരി വിശേഷങ്ങളിലേക്ക് കിടക്കാം. സാഗൽ പ്രീപെയ്ഡ് ഓഷൻ സർവീസസ് ലിമിറ്റഡ് ഇത് 2011 ബോംബെയിലാണ് രൂപം കൊള്ളുന്നത്. ഈ കമ്പനി കഴിഞ്ഞ മാസം ഇഷ്യൂവിന് തൊട്ട് മുമ്പ്, അതായത് ഒരു പ്രീ IPO ഇഷ്യൂ എന്നുള്ള നിലയിൽ ഒരു 60 ലക്ഷം ഓഹരികൾ, അതായത് 1 രൂപയാണ് ഇവരുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ. ആ കമ്പനിയുടെ 60 ലക്ഷം ഓഹരികൾ ഇപ്പോഴത്തെ പ്രൈസ് ബാൻഡിൻ്റെ അപ്പർ ബാൻഡായിട്ടുള്ള 164 റുപ്പീസിന് അവർ വിറ്റഴിക്കുകയുണ്ടായി. അങ്ങനെ ഒരു 98 കോടി രൂപ കമ്പനി സ്വരൂപിച്ചു. അതുകൊണ്ട് ഇപ്രാവശ്യം 490 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികളാണ് അവർ വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇപ്പം 98 കോടി രൂപ അതിൽ നിന്ന് കുറവ് വന്ന് 392 ക്രോഴ്സാണ് ഇപ്പോഴത്തെ ഫ്രഷ് ഓഹരികൾ അവർ വിൽക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അങ്ങനെ അവർ വിറ്റ ആ പ്രീ IPO ഇഷ്യൂ വഴി ഓഹരികൾ വാങ്ങിയത് വലിയ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആശിഷ് കച്ചോലിയ, ബംഗാൾ ഫിനാൻസ് ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ ഹിമാൻഷി കേല തുടങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ അവരെല്ലാം താല്പര്യം കാണിച്ച ഒരു ഓഹരിയാണിത്. ഇവരുടെ പ്രോഡക്റ്റുകൾ, ഈ ഫിനാൻഷ്യൽ ടെക്നോളജി പ്രോഡക്റ്റുകൾ അധികവും ഉപയോഗിക്കപ്പെടുന്നത് ബാങ്കിങ്, ഫിനാൻസ് രംഗത്തും, ടെക്നോളജി, ഹെൽത്ത് കെയർ, മാനുഫാക്ചറിങ്, FMCG, ഇൻഫ്രാസ്ട്രക്ചർ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് തുടങ്ങിയ എല്ലായിടത്തും തന്നെ ഇവരുടെ ഫിനാൻഷ്യൽ ടെക്നോളജി പ്രോഡക്റ്റുകൾ ഈ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സാഗലിൻ്റെ സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ബിസിനസ് സ്പെൻഡ് മാനേജ്മെൻറ്റ്, അതായത് എക്സ്പെൻസ് മാനേജ്മെൻറ്റ് ഫോർ വെണ്ടർ മാനേജ്മെൻറ്റ്, അതുകൂടാതെ റിവാർഡ്സ് ആൻഡ് ഇൻസെൻറ്റീവ് മാനേജ്മെൻറ്റ് ഫോർ എംപ്ലോയീസ് ആൻഡ് ചാനൽ പാർട്ട്നേഴ്സ്, പിന്നെ മറ്റൊന്ന് ഗിഫ്റ്റ് കാർഡ് മാനേജ്മെൻറ്റ് ഫോർ മെർച്ചൻസ്. ഇങ്ങനെ 3 തരത്തിലാണ് പ്രധാനമായിട്ടും ഇവരുടെ സോഫ്റ്റ്വെയറുകൾ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സാഗലിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ കൂട്ടത്തിൽ വളരെ അറിയപ്പെടുന്ന പേരുകളാണുള്ളത്. ഉദാഹരണത്തിന് ടാറ്റ സ്റ്റീൽ, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, വിൻടെക്, ഇനോക്സ്, പിറ്റ്നെ ബോസ്, വൊക്കാഡിറ്റ്, മാസ്ഡ, PCBL, സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പിൻ്റെ, പിന്നെ ഹിരനന്ദിനി ഗ്രൂപ്പ്, കോട്ടിവിറ്റി, ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസ്, അങ്ങനെ പോകുന്നു ഇവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ്. ഇത്തരത്തിൽ 1750 കസ്റ്റമേഴ്സാണ് കമ്പനിക്ക് ആകെ ഉള്ളത്. അവരുടെ 1.7 മില്യൺ ക്ലയൻസും, പിന്നെ 7 ഓഫീസുകളിലായിട്ട് 250ഓളം സ്വന്തമായിട്ടുള്ള എംപ്ലോയീസും കമ്പനിക്കുണ്ട്. അവരുടെ ബ്രാൻഡ് അംബാസഡർമാർ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ്. അതായത് ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, മുഹമ്മദ് സിറാജ് തുടങ്ങിയ പ്രശസ്തരായ ക്രിക്കറ്റ് താരങ്ങളാണ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ്. പ്രൊമോട്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് രാജ് പി നാരായണം, അദ്ദേഹമാണ് ഫൗണ്ടർ ചെയർമാൻ. ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവിനാഷ് രമേശ് ഗോഡ്ഖിൻഡി എന്ന് പറയുന്നയാളും. ഇവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 57.97% ഓഹരികളുണ്ട്. കമ്പനി അവരുടെ ഫ്രഷ് ഇഷ്യൂവിൻ്റെ വിൽപ്പന വഴി ലഭിക്കുന്ന 392 കോടി രൂപ വിനിയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. പ്രധാനമായിട്ട് കസ്റ്റമർ അക്വിസിഷന്, അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, പരസ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അത് കൂടാതെ അവരുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റിനും അതിൻ്റെ പ്രോഡക്റ്റുകളുടെ ഡെവലപ്മെൻറ്റിനും എല്ലാം വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി വരുന്നത് അവരുടെ ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സാഗലിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകളൊന്ന് നോക്കാം. റവന്യൂ 2021 മുതൽ 2023 വരെ ക്രമമായിട്ട് വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നത്. 2023 ഏറ്റവും ഉയർന്ന നിലയിലേക്ക് റവന്യൂ എത്തിയിട്ടുണ്ട്. 553.46 കോടി രൂപയാണ്. അത് മുൻവർഷം 371.26 കോടി രൂപയായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, അതൊരു സർപ്രൈസായിട്ട് തോന്നുന്ന കാര്യം, നെറ്റ് ഇൻകത്തിൽ വന്നിട്ടുള്ള ഇടിവാണ്. നെറ്റ് ഇൻകത്തിൽ 2022 41.92 കോടി രൂപയായിരുന്നു ലാഭമെങ്കിൽ
അത് 2023 ആയപ്പോഴത്തേക്ക് 22.9 എന്നുള്ള ലെവലിലേക്ക് താഴ്ന്നതായിട്ട് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം അവരുടെ ESOP എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ തുടങ്ങിയിട്ടുള്ള ചില വൺ ടൈം അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നിട്ടുള്ള ഒരു സമയമാണിത്. അതുകൊണ്ടാണ് ഈ നെറ്റ് ഇൻകത്തിൽ ഇത്രയും കുറവ് വന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും റവന്യൂ സൈഡിൽ ഏറ്റവും കൂടിയ വർഷം തന്നെയാണ് ഈ നെറ്റ് ഇൻകത്തിൽ ഒരു കുറവ് വന്നിട്ടുള്ളത്. ബാക്കി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ 21 മുതൽ 22 വരെ അത് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇപ്രാവശ്യമാണ് കുറഞ്ഞിട്ടുള്ളത്. അത് ഇങ്ങനെ തന്നെ ഒരു കാരണമാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി സാഗിളിന്റെ കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ EPS 2.46 ഏറ്റവും പുതിയ കണക്കാണ്. പിന്നെ PE റേഷ്യോ 63.41, 66.67 എന്ന് കാണുന്നു. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 46.98% ആണ്. NAV 5.29 പെർ ഷെയർ. ഇനി ഇതിന്റെ ഇഷ്യൂവിന്റെ രജിസ്ട്രാർ KFin ടെക്നോളജീസ് ആണ്. ലീഡ് മാനേജേഴ്സ് IIFL സെക്യൂരിറ്റീസും. ഇതിന്റെ പിയർ കമ്പനികൾ നോക്കിയിട്ട് ലിസ്റ്റഡ് കമ്പനികളൊന്നും കാണുന്നില്ല. അതായത് ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ ഇതിന്റെ സെയിം ആയിട്ടുള്ളതൊന്നും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഇനി നമുക്ക് സാഗിളിന്റെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. IPOയുടെ ഡേറ്റ് സെപ്റ്റംബർ 14 മുതൽ 18 വരെയാണ്. 156 രൂപ മുതൽ 164 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. 392 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികൾ, 171.38 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലുമാണ്. ഓഫർ ഫോർ സെയിലായിട്ട് 1.04 കോടി ഓഹരികളാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ ടോട്ടൽ IPO സൈസ് എന്ന് പറഞ്ഞാൽ 563.38 കോടി രൂപയ്ക്കുള്ളത് വരും. 90 ഓഹരികളാണ് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 13 ലോട്ട് അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1 രൂപയാണ് ഇതിന്റെ ഫേസ് വാല്യൂ. അപ്പോൾ 1 രൂപയുടെ ഓഹരിയാണ് 164 രൂപയ്ക്ക് ഇപ്പോൾ വിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. 10% ഓഹരികൾ മാത്രമാണ് റീറ്റെയിലേഴ്സിന് നൽകുന്നുള്ളൂ. 75% ഓഹരികൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% ഓഹരികൾ HNIസിനുമാണ് നൽകുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയെ കൂടിയാണിത്. അലോട്ട്മെന്റ് വരുന്നത് സെപ്റ്റംബർ 22 റീഫണ്ട് 25 ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കിട്ടുന്നത് 26 ലിസ്റ്റിംഗ് വരുന്നതാണ് സെപ്റ്റംബർ 27. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു യുണീക്ക് പ്ലെയർ ആണ് ഈ സെക്ടറിലെ ഈ കമ്പനി എന്ന് പറയുന്നത്. അവരുടെ ഫിൻടെക് പ്രോഡക്റ്റുകളാണ്. അത് വളരെയധികം പോപ്പുലർ ആണ്. ഫിൻടെക് ആയിട്ടുള്ള സാഗിളിന്റെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ. പിന്നെ ഇവർക്കൊരു ഡിവിഡൻഡ് പോളിസിയൊക്കെ ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല. പക്ഷേ ഫ്യൂച്ചറിൽ കമ്പനിയുടെ ഡെവലപ്മെന്റിനനുസരിച്ച് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റിനനുസരിച്ച് ഡിവിഡൻഡ് തീർച്ചയായിട്ടും നൽകുമെന്ന് തന്നെയാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ 164 രൂപ എന്നുള്ള അപ്പർ ബാൻഡ് പ്രൈസിനാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ കമ്പനി ഒരു പ്രീ IPO ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. അതിൽ ആശിഷ് കച്ചോലിയെയും ഹിരാൻഷു കേലയും പോലെയുള്ള വലിയ ഇൻവെസ്റ്റേഴ്സാണ് ഈ 164 രൂപയ്ക്ക് 98 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡ് ടേം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഷോർട്ട് ടേംകാർക്ക് ഇതിലൊരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതയും ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സാഗിൾ പ്രീപെയ്ഡ് ഓഷൻ ലിമിറ്റഡിന്റെ IPO ഡീറ്റെയിൽസ് കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമന്റുകൾ ഇടാൻ മടിക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെ നിങ്ങൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുകയും വേണം. മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.